ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടൺ. സ്വയം പ്രതിരോധത്തിൻ്റെ സമയം അവസാനിച്ചു, എല്ലാം മതിയാക്കണം. ഗസയിലെ സാധാരണ ജനങ്ങൾക്ക് അടിയന്തര മാനുഷിക വെടിനിർത്തൽ ആവശ്യമാണെന്നും അവർ പറയുന്നുണ്ട്. ഗസയിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് തടയാൻ ഇസ്രായേൽ നടപടി സ്വീകരിക്കുന്നില്ല. 25,000-ന് മുകളിൽ ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. യുദ്ധം നീളുന്തോറും തീവ്രവാദവും വർദ്ധിക്കും. പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിച്ചു കഴിഞ്ഞു. ഇത് സാഹചര്യം രൂക്ഷമാക്കുന്നു. ഹൂതികൾ പോലുള്ള തീവ്ര സംഘടനകൾ ജനപ്രീതി നേടുകയാണ്. നമ്മളത് അവസാനിപ്പിക്കണം. ദ്വിരാഷ്ട്ര പരിഹാരം നെതന്യാഹു നിരസിച്ചത് പരിഹാരം നീണ്ടുപോകാൻ കാരണമാകുന്നുണ്ട്. ഇസ്രായേലിൽ ഉടൻ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഫലസ്തീനികളെപ്പോലെ ഇസ്രായേലികളും സമാധാനം ഉറപ്പു നൽകുന്ന ഭാവി ആഗ്രഹിക്കുന്നുണ്ട്. ഇസ്രായേൽ നേതൃത്വത്തിന് യാതൊരു കാഴ്ചപ്പാടുമില്ല. ഗസയിലെ ജനങ്ങൾ പട്ടിണിയിലാണ്. ശുദ്ധമായ കുടിവെള്ളമില്ല. ഇതിനെല്ലാം കാരണം ഇസ്രായേലാണ്. വിദേശത്ത് നിന്ന് ദുരിതാശ്വാസ സാമഗ്രികളുമായി വരുന്ന ട്രക്കുകൾ അതിർത്തി കടക്കാൻ ഇസ്രായേൽ അനുവദിക്കുകയും ഭക്ഷണം എല്ലാവർക്കും വിതരണം ചെയ്യുകയും വേണമെന്ന് എലീന വാൾട്ടൺ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞയാഴ്ച യൂറോപ്യൻ പാർലമെൻറ്റ് ഗസയിൽ ശാശ്വത വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിരുന്നു. അന്താരാഷ്ട്ര കോടതിയുടെ ഇടക്കാല വിധി വരാനിരിക്കെ ഗസയിലെ സിവിലിയൻ കൂട്ടക്കുരുതി ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖാൻ യൂണിസിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് UN വ്യക്തമാക്കുന്നു. തെക്കൻ ഗസയിൽ UN അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ബോംബാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 75 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിനെതിരെ UN മാനുഷിക സഹായ ഓഫീസിൻ്റെ പ്രതികരണം. ഖാൻ യൂണിസിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നും UN വ്യക്തമാക്കുന്നുണ്ട്. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിധി വരികയാണ്. ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചാൽ അനുകൂലമായി പ്രതികരിക്കുമെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ അറിയിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ വെടിനിർത്തലാണ് തുടക്കം മുതൽ ഹമാസ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ കോടതി വിധിച്ചാലും ഗസയിൽ യുദ്ധം തുടരാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിനെയും ഇസ്രായേൽ എന്ന രാജ്യത്തെയും തുലനം ചെയ്തുകൊണ്ടുള്ള ഇടക്കാല വിധിക്ക് സാധ്യത കുറവാണെന്നും ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന വാദം പരിഹാസ്യമാണെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചു. അതേസമയം ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ തന്നെയാണെന്നാണ് US എക്കണോമിസ്റ്റ് യുഗോവ് പോൾ നടത്തിയ സർവേയിൽ 35% പേരും അഭിപ്രായപ്പെട്ടത്.